പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ മാസം 19-ാം തീയതി എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലെ മംഗളങ്ങൾ, യാത്രാമംഗളം. കർത്താവിൻ്റെ നാമത്തിൽ, അതായത് പുറത്തേക്ക് പോകുന്നവരല്ലേ നമ്മളെല്ലാവരും. ഇടവപ്പള്ളിയിൽ പോയാൽ പോലും ഒരു സഞ്ചാരമാണല്ലോ. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ശിരസ്സ് നമിച്ച് കൈകൾക്ക് ഒപ്പി ആദരവോടുകൂടി കർത്താവ് തിരുസന്നിധിയോടെ നിൽക്കുക. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് നവംബർ 19-ാം തീയതിയായി ഇന്ന് ചൊവ്വാഴ്ച അങ്ങയുടെ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അത് വാഗ്ദാനത്തിൻ്റെ ഏറ്റവും തലപ്പെട്ട ക്യാപിറ്റൽ പ്രോമിസാണ്. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അത് വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യത വ്യക്തമാക്കാൻ അവരോട് പറഞ്ഞെന്ന് ലൂക്കാ 18:1 പറയണത്. എന്താ കാര്യം? നിരന്തരം പ്രാർത്ഥിക്കുന്നത് വചനവും വേറെവർ യു ഗോ, നീ എവിടെ പോയി ഞാൻ ഇവിടെ കൂടെ ഉണ്ടാകുമെന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ദൈവത്തിന് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അരൂപി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ചൈതന്യ മക്കൾ ആവശ്യിക്കണമേ. ഈശോ, നിന്റെ തിരുമുൻപാടുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. സത്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ശരീരകോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ഓരോരോ രോഗപീഠകൾ വിഷമിക്കുന്നവർ, സിസ്റ്റ് ശരീരത്തിലുള്ളവർ, മുഴയുള്ളവർ, ഓപ്പറേഷന് വേണ്ടി കർത്താവെ നിശ്ചയിച്ചിരിക്കുന്നവർ,
ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കഷണ ശരീരത്തിനെടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നവർ, അതിന് റിസൾട്ടിന് വേണ്ടി കിട്ടുമ്പോഴത് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, മനുഷ്യർ ഈ ഭൂമിയിലെ വിശ്വാസം നിലനിർത്തേണ്ട കാരണം നിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ച് സന്തോഷിക്കാനും സംതൃപ്തി അടയാനും വേണ്ടിയാണല്ലോ ഈശോയെ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാനാവതില്ലാത്തവരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പല കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന് അങ്ങനെ പ്രാർത്ഥനയുടെ അരിവ് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് പല ഉത്തരങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ് ചിന്തിച്ചിട്ട് പ്രാർത്ഥനയിൽ അവശത വന്നു പ്രയർ വീക്കായിപ്പോയ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഇപ്പം സമർപ്പിക്കുന്ന കർത്താവ്, നീ എല്ലാം പൊറുക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ മുക്കിടമായ മരക്കുരിശായി നീ ഏറ്റുവാങ്ങിച്ചവനുമാണ് കർത്താവ്. എല്ലാം മനസ്സിലാക്കുന്ന കർത്താവ് നിൻ്റെ ശക്തി. കർത്താവ്, ആധ്യാത്മിക ജീവിതം, ശൈത്യമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ, മരവിച്ചു പോയി ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ അങ്ങ് കർത്താവ് പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്തും കുഞ്ഞുങ്ങളുടെ പഠിക്കാത്തതിനെ ഓർത്തും മാതാപിതാക്കന്മാരെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കൾ തന്നെ അവരുടെ തലയിൽ കയറാത്ത കാരണം അവർക്കിനി പഠിക്കാനും പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യും അമ്മയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും ഇപ്പോൾ പുസ്തകം വെച്ച് കരയുന്ന മക്കളെ കാണിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധി അങ്ങ് സ്പർശിക്കണേ കർത്താവേ, അവരുടെ പോരായ്മകൾ അങ്ങ് പരിഹരിക്കണേ കർത്താവേ. ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവേ. മാതാപിതാക്കന്മാർ മരിച്ചു പോയവരുണ്ടാവും. ആ മക്കൾ ആകസ്മികം കൊണ്ടോ അപകടം കൊണ്ടോ അങ്ങനെയുള്ള മക്കളെല്ലാം ഇപ്പം ചേർത്ത് നിർത്തി അങ്ങയുടെ ദിവസത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ദൈവത്തിൻ്റെ കണ്ണ് മക്കളിലേക്ക് ആവശ്യിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവരുണ്ട്, ചെയ്യേണ്ട ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്, തിരികെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, വിവാഹ ജീവിതത്തിലൊക്കെ അകന്ന് താമസിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് അകന്ന് താമസിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇങ്ങനെ മക്കളുടെ നിന്ന് ഒരു ഫോൺ വിളി പോലും കിട്ടാതിരിക്കുന്ന വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വെറുതെയാണെന്ന് അന്ധമായ ബന്ധങ്ങളിൽ പോയി ചാരിട്ട് മക്കൾ മാതാപിതാക്കന്മാരോട് പൈശാചികമായി എതിർപ്പ് കാണിച്ചുകൊണ്ട് അവരവരുടെ വഴി പോവുകയും കുടുംബം കടത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കർത്താവ്, എല്ലാ സാഹചര്യങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് ഒരു സാഹചര്യം പോലും കർത്താവേ അങ്ങ് ഓവർലുക്ക് ചെയ്യാതെ അത് കർത്താവെ എല്ലാം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെട്ട ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. നവംബർ 19 ചൊവ്വാഴ്ച ആയ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തും. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പല അണ്ണന്മാർക്കും പറ്റാവുന്ന അബദ്ധമാണിത്. എനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് നമ്മളൊരു സബ്ജക്റ്റ് ദൈവത്തിരുസന്നിധി വെക്കുന്നു. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കണത്? ലൂക്കാ 18:8 വായിച്ചവനെ ഒന്നിനു വായിച്ചേ. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും. ആർക്കാണ് നീതി നടത്തി കൊടുക്കുന്നത്? രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാലവിളംബം വരുത്തുമെന്ന്. അപ്പം നീതിയുടെ ദൈവം ഒരു വിഷയത്തിന് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കാലവിളംബം വരത്തില്ല. കാലവിളംബം വരണം എവിടെ നിന്നാണ്? നമ്മുടെ ഭാഗത്തു നിന്നാണ്. പിടികിട്ടിയ? അതായത് നീതിയുടെ ദൈവം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിഷയത്തിന് കാലവിളംബം വരത്തത്തില്ല. പിന്നെ കാലവിളംബം വരണം എങ്ങനെയാണ്? നമ്മുടെ ഭാഗത്തു നിന്നാണ്. കാര്യം നീ ഇപ്പം നിനക്ക് ജോലി കിട്ടിയപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ്? നീ ഇനിയിപ്പോൾ ആരെങ്കിലും നിൻ്റെ ജോലിക്ക് പറ്റാവുന്ന ആളെ ലൈനടിച്ച് കല്യാണം കഴിച്ച് അപ്പനും അമ്മനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് എവിടെയെങ്കിലും പോയി സെറ്റ് ചെയ്യണം, മാതാപിതാക്കന്മാരെ നോക്കരുത്, അല്ലെങ്കിൽ നിൻ്റെ ഇളയത്തിങ്ങളെ ശ്രദ്ധിക്കരുത്, ഇതൊക്കെ നിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ടയുണ്ട്. അപ്പം കാലവിളംബം പറഞ്ഞിട്ട് അപ്പം നീ ഒന്ന് ശരിയാകാതെ ഈ അനുഗ്രഹം തന്നാൽ ഇവർ ഞൊട്ടേണ്ടി വരും. പറയാൻ മനസ്സിലായില്ലേ? നിന്നെ വളർത്തിയവർ, നിന്നെ വലുതാക്കിയവർ, നിന്നെ നിലയിലെത്തിച്ചവർ. അതുകൊണ്ട് അനുതാപമാണ് എപ്പോഴും കാലവിളംബം ചുരുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തോട് ആദ്യം പറഞ്ഞ, ദൈവമേ
എന്നെ നീ രക്ഷപ്പെടുത്തിയ എൻ്റെ കൂടെ ഞാൻ കിട്ടുന്നവരെല്ലാവരെയും രക്ഷപ്പെടുത്തും. ഞാൻ ഒരിക്കലും മൃഗീയമായിട്ടും നിന്ദ്യമായിട്ടും പെരുമാറത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ആയിട്ട് പോകത്തില്ല. ചിലർ പറയണ കേട്ടില്ലേ, എടി ഞാൻ കുടുംബം വിറ്റല്ലേ നിന്നെ പഠിപ്പിച്ചത്. അത് പഠിപ്പിച്ചതെന്നല്ല, അങ്ങനെയല്ല, പഠിച്ചത് ഞാനല്ലേ, നിങ്ങളാണോ പഠിച്ചതെന്ന് ചോദിക്കും. ചില വിട്ടികളായിട്ട് പെൺപിള്ളേർ വീട്ടിൽ ഇരുന്നൊരു മാതാപിതാക്കന്മാരുടെ തലപറിക്കട കാണാം. എന്ത് കഷ്ടമാണ്. നമുക്ക് കണ്ണിൽ നിന്ന് ചോര വരുതി കേൾക്കുമ്പോൾ. പക്ഷെ അവർക്ക് ബുദ്ധിയും ബോധവും ഇല്ല. പക്ഷെ ഇവരാണ് കാലയളവം വിളംബം വരുത്തണത്. ദൈവത്തിന് കാലയളവം വരുത്തത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ദൈവത്തിന് നീതി ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ അനീതി ഉണ്ടെങ്കിൽ ഈ നീതിയുടെ ദൈവം നിനക്ക് നീ കാരണമാണ് നിനക്ക് കാലയളവം വരണത്. പിന്നെ വേറൊരു മണ്ടത്തരം പറ്റാൻ സാധ്യതയുണ്ട്. ആ മണ്ടത്തരം എന്താ അറിയാവോ? അവസാനം പറയുന്ന പഞ്ചത്ത് എന്താ പറയണത്? 18:8 എന്താ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം വരവിനാണ് അവിടെ ഉദ്ദേശിക്കണത് കർത്താവിൻ്റെ. പക്ഷേ നമുക്കറിയാമല്ലോ, സന്ദർശനത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വരവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ചില അണ്ണന്മാർ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് മടുത്ത് ഇനി ഞാൻ PSCക്ക് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ IATSന് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ കല്യാണത്തിന് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ ഒരു ചെറുക്കന്മാരുടെ മുമ്പിൽ പോയി നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണും കാണാനും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ തീരുമാനം എടുക്കും. എന്നിട്ട് ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കത്തില്ല, ഇനി കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ച് മടുത്തിട്ട് രാശിയാകും. പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ നീ കല്യാണം കഴിക്കും, നിനക്ക് വെച്ചുണ്ടാവും, ജോലി കിട്ടും. അപ്പോൾ എന്താണ്? മനുഷ്യപുത്രൻ വരും. നിനക്ക് വിശ്വാസം അപ്പം ഇല്ല. മനസ്സിലായില്ലേ പരിപാടി? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമില്ല. വിശ്വാസം നീ നഷ്ടപ്പെടുത്തിയല്ല 2 മാസം മുമ്പ്, 2 കൊല്ലം മുമ്പ്. അന്ന് ചോദിച്ചത് ഇന്നാ തരണത്. അതാണ് ഈശോ ചോദിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ അടയാളമായി അത്ഭുതമായി നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാകുമോ? ആ വിശ്വാസം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഒരു 1.5 ചോദ്യമാണ്. അതുകൊണ്ട് എപ്പോഴും നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, അടയാളമായി നീ വരുമ്പോൾ എൻ്റെ വിശ്വാസം നിലനിർത്താൻ എനിക്ക് കൃപ നൽകണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പത്രോസിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആൻസി സണ്ണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉടമ്പടി പ്രകാരം കുറേ പഠിക്കേണ്ട കുറേ സാക്ഷ്യങ്ങൾ. ഉടമ്പടി നമുക്കറിയാവില്ല, ദൈവാനുഭവങ്ങളുടെ ഒരു സർവകലാശാലയാണ് ഉടമ്പടി. അതിലിങ്ങനെ പുതിയ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയും പുതിയ കോഴ്സുകൾ. ജനങ്ങൾ ഉടമ്പടി ആചരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ മേഖലകളിലെ അവരനുഭവിക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടിയുടെ പുതിയ കോഴ്സായിട്ട് വരും. ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യം, കുറേ നല്ല സാക്ഷ്യങ്ങൾ കേട്ടു. അതിലൊന്ന് ആൻസി സണ്ണിയുടെ സാക്ഷ്യമാണ്, മുണ്ടക്കയ. ആൻസി ചേച്ചിയെ എന്താ സംഭവിച്ചത്? ആൻസി ചേച്ചിയെ പാമ്പ് കടിച്ചു, ഒരു വളവരെയും പാമ്പ് കടിച്ചു. ഇവരൊരു എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട്, ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഒരു വളവരെയും പാമ്പാണ് എന്നെ കടിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവില്ല, പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞാലും പേഷ്യൻറ്റിനെ കുറിച്ച് പാമ്പിനെക്കുറിച്ച് അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഏത് പാമ്പാണെന്ന് അറിയാൻ പാടില്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നവരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഇന്ന പാമ്പാണെന്ന് കൃത്യം പറയാൻ സമയമെടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്പെഷ്യൽ പാമ്പ് കടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിരിക്കണം, അങ്ങനെ നമുക്ക് ഇല്ലതാണ്. പക്ഷേ അത് കാരണം ഡോക്ടർമാരെന്നാ ചെയ്യുന്നത്, ഡോക്ടർ വളരെ മനുഷ്യോചിതമായൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഓരോരുത്തരും വന്ന് 6 ഡോക്ടർമാർ 1 by 1 ആയിട്ട് വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ ഇവരുടെ പാമ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ മരിക്കുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പോകത്തില്ലേ, അവരെ വിഷയം മാറ്റിക്കൊണ്ട് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ 1 by 1 ആയിട്ട് ഇങ്ങനെ അവരുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു സമയം ചിന്തിക്കാനോ സ്വയം ചിന്തിക്കാനോ പേടിക്കാനോ സമയം കൊടുക്കാത്തൊരു വളരെ തന്ത്രപരമായിട്ട് സൈക്കോളജിക്കൽ ഡോക്ടർമാരത് മാനേജ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവരപ്പോഴൊക്കെ പറയുന്ന ഡോക്ടറെ, അപ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട്,
ഡോക്ടർമാർ എന്താ ഉദ്ദേശിക്കണതെന്ന്. അപ്പോൾ ഇവർ പറയുന്നു, ഡോക്ടർ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരവിടുന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ഒരു ആശുപത്രിയോട് ഇവർ ലിഫ്റ്റ് ചെയ്യും. അത് വളരെ അകലെയുള്ള ആശുപത്രിയാണ്. അവിടുന്ന് ഒരു ICU ഉള്ള ആംബുലൻസ് ഇവിടെ വന്ന് എത്തണം. ഇവിടുത്തെ ആംബുലൻസ് എല്ലാം പുറത്ത് പോയിരിക്കുകയാണ്, ഇവിടെ ആംബുലൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നവർക്ക് മനസ്സിലായി. കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വിഷം കയറിപ്പോയി, ബ്ലഡിൽ ശക്തമായ രീതിയിൽ വിഷം കയറിപ്പോയി. കാര്യം ഇവർ ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു, ആശുപത്രി വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇവർ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ലിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് അകലെന്ന് വരണം. അതിന് ICU ഉള്ള എല്ലാ സെറ്റപ്പും ഉള്ള ആംബുലൻസാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സാധാരണ ആംബുലൻസ് കൊണ്ടുപോകാൻ അവർ എത്തത്തില്ല അവിടം വരെ. അപ്പോൾ അതിൽ ഡോക്ടർമാർക്ക് അറിയാവുന്ന കണ്ട സിറ്റുവേഷൻസ് വളരെ മോശമാണ് ശരിക്കും. അപ്പോൾ അതുവരെ ഇവരെ ഒന്ന് പിക്കപ്പ് ചെയ്ത് ഒരു നേഴ്സിനെ കൂട്ടി തിരിച്ച് ഇവർ പറയുന്ന പുതിയ ആശുപത്രിയോട് വിടണം. അപ്പോൾ അതിന് വരെയുള്ള സമയമാണ്. പക്ഷേ പ്രഷർ പെട്ടെന്ന് കൂടി 500 അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഭയപ്പെട്ടു പോകും. പക്ഷേ ഡോക്ടർമാർ ഭയപ്പെട്ടെങ്കിലും ഇവർക്ക് ഭയം തോന്നണില്ല. ഡോക്ടർമാർ ഭയപ്പെട്ടു, കാര്യം പ്രഷർ 500 ദാറ്റ് മീൻസ് വിഷം ശരിക്കും കയറി ഹൃദയം ജീവനോട് മല്ലിടിക്കുന്നുവെന്ന് മനസ്സിലായി. ഇവർ പോവുകയാണ്. പിന്നെ ആംബുലൻസ് വന്ന് ഇവർ പോകുന്നുണ്ട്. ഇവർ നേഴ്സും കൂടി കൂട്ടി അടുത്ത ആശുപത്രിയോട് പോവുകയാണ്. അപ്പോൾ വളരെ ടൈമേ ഉള്ളൂ, കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഗുരുതരമായ സംഭവങ്ങൾ നടക്കും. അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസിൽ AC ഫുള്ളായിട്ട് വെക്കും. കാര്യം ഫുള്ളായിട്ട് വെച്ച് ഭയങ്കരമായിട്ട് ഫ്രീസാക്കും, തണുക്കും. പക്ഷേ എന്നിട്ട് ഒരു വലിയൊരു കമ്പിളി എടുത്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലിടും. അപ്പോൾ ഈ ചേച്ചി പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തണുപ്പ് തോന്നണില്ല എന്ന് പറയാം. അപ്പോൾ നഴ്സ് കാര്യം പറഞ്ഞത് നല്ല തണുപ്പാണ്, മാക്സിമം തണുപ്പിച്ചത് പോണത്. പക്ഷേ ഈ ഇതിൻ്റെ ഫീലിംഗ് അവർക്ക് കിട്ടണില്ല. ഇവർ വേറൊരു ഫീലിങ്ങിലാണ് ഉള്ളത്. അവസാനം ഹസ്ബൻഡിന് ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. പിന്നെ ഈ കൈയും കാലുമൊക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം തീരാൻ പോണ തോന്നും. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഓർമ്മ ഹസ്ബൻഡ് ഒരു കാര്യം ഈ ചേച്ചി എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഹസ്ബൻഡ് എവിടെ പോയാലും ഈ ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടിയുടെ ഒരു ഇത്തിരി ഉപ്പെടുത്ത് ചെറിയൊരു പേപ്പറിൽ ചുരുട്ടി ഹസ്ബൻഡിൻ്റെ പോക്കലിട്ട് കൊടുക്കും. എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പണ്ട് നേരത്തെ ഉടമ്പടി എടുത്ത കാലം വരെ ചെയ്യണതാണ്. എന്നിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് ഓർമ്മ വന്നത്, എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആ ഉടമ്പടി ഉപ്പെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഇവിടെ നെറ്റിയിലും ശരീരത്തിലും ഇടും. എന്നിട്ട് ഹസ്ബൻഡ് പറയും, ഇനി കുഴപ്പമൊന്നുമില്ല ആൻസി, ഇനിയിപ്പോൾ എല്ലാം ഈശോ ഏറ്റെടുത്തോളും, അമ്മ മാതാവ് നമുക്കൊരു കുഴപ്പം വരത്തില്ലെന്ന് പറയും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വിയർക്കും. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ വിഷത്തിൻ്റെ ഒരംശം കാണത്തില്ല. അവർ തന്നെ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്? അപ്പോൾ എറണാകുളത്തെ റിപ്പോർട്ടുണ്ടേ, വിഷമുള്ള റിപ്പോർട്ട്, അതിൻ്റെ പ്രഷറിൻ്റെ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പ്രഷർ നോർമലായി. അതായത് ഇത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ പ്രവർത്തനങ്ങളുടെ എന്ന് പറയാനല്ല ഞാൻ സാക്ഷ്യമെടുത്തത് നിങ്ങൾ ഓർക്കണം. അതായത് ഈ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ആൻസി ചേച്ചി പേടിക്കണില്ല, അല്ലേ? ദാറ്റ്സ് മൈ പോയിൻ്റ്. ഇത് ഒരു വാഗ്ദാനമാണ് ശരിക്കും. ഡോക്ടർമാരെല്ലാം പേടിക്കുന്നു. ആ സമയത്ത് തന്നെ യഥാർത്ഥ ഭയത്തിൻ്റെ ഇരയായ ആ വ്യക്തി, പെർട്ടിക്കുലർ പേഴ്സൺ, ഷീസ് നോട്ട് അഫ്രൈഡ്. വൈ? അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ. ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ഈ പാമ്പ് കടിയേറ്റ പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് അഫ്രൈഡ്. എന്തുകൊണ്ടാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോമിസാണിത്. നമുക്കറിയാമല്ലോ, ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ഗീവ്. ഐ വിൽ ചേർത്ത് ഒത്തിരി വചനങ്ങളുണ്ട് ബൈബിളിൽ. ഐ വിൽ
ഞാൻ നിനക്ക് തരും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരും. ഇങ്ങനെ പറഞ്ഞ ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം, പേടിക്കാത്ത ഒരു ഹൃദയം. പേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പേടിക്കാത്ത ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും, സംഭ്രമിപ്പിക്കാത്ത ഹൃദയം നിനക്ക് തരും. കാരണം സംഭ്രമിപ്പിക്കേണ്ട മകനെ, ഞാനാണ് നിൻ്റെ ദൈവം. ഈ പേടി മാറണത് 2 തരത്തിലാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സംഭ്രമിക്കേണ്ട മകനെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിയമാവർത്തനം 31:8. നിയമാവർത്തനം 31:8 വായിച്ചോളൂ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് എന്ന് പറഞ്ഞ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അപ്പൊ ഈ സംഭ്രമിക്കാത്ത, ഇപ്പൊ ഇവർക്ക് ആൻസിക്ക് ഭയമില്ലെന്ന് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ കാരണം കർത്താവാണ് നിന്റെ കൂടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതിനേക്കാൾ വലിയൊരു കാര്യം മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനില്ല, എക്സെപ്റ്റ് കവനൻ്റ് അല്ലാതെ. ഇതിൻ്റെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ്. എത്ര കാലങ്ങളും മാറിയാലും ഈ വാഗ്ദാനങ്ങൾക്കൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. നിന്നെ പാമ്പ് കടിച്ചാലും പഴുതാര കടിച്ചാലും, നീ ഏത് മരണത്തിലേക്ക് പോയാലും ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നീ സംഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. കൈയിടിച്ച് കർത്താൻ സാന്നിധ്യമായി സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. അതായത് ഉടമ്പടിയുടെ ഇപ്പം നമ്മൾ എണ്ണ തേക്കുന്നില്ലേ, നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടമ്പടി തൈലം നെറ്റിക്ക് പിടിച്ച് വരക്കും. യാത്രക്ക് പോകുമ്പോൾ ചെയ്യും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യും, ഇൻ്റർവ്യൂ വേണ്ടി പോയി ചെയ്യും. എന്താ കാര്യം എണ്ണ തേക്കണ? എന്താ കാര്യം? എണ്ണ തേക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും പറഞ്ഞ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? ആരാ കണ്ടത്? യാക്കോബ് അല്ലേ? യാക്കോബ് സ്വർഗത്തിൽ നിന്ന് ഒരു ഏണി ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? അപ്പോൾ അതിലേക്ക് ദൈവദൂതന്മാർ കയറുന്നത് ഇറങ്ങുന്നത് ആ സ്വപ്നം കണ്ട മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? താൻ തലക്കൽ വെച്ചിരുന്ന കല്ലെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഉടമ്പടി തൈലം, ഒലിവ് തൈലം ഒഴിക്കും. ഇതിലെന്താ പറയണത്? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്, കർത്താവിൻ്റെ ഭവനമാണ്. ഇതിൻ്റെ പേര് ബദൽ എന്ന്. കർത്താവിൻ്റെ കൈയടിച്ച് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. Read it. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 28-10 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ബർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹത്തിൻ്റെയും
ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. അതായത് ഈ വാഗ്ദാനം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി ജീവിക്കുന്നവരെ, വേദവചനം വായിക്കുമ്പോൾ ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും തുള്ളിച്ചാടുകയും ചെയ്യണം. എന്താ കാര്യത്തിൽ ഞാൻ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. അവസ്ഥ നമ്മൾക്ക് 22 വെളിപാടിൻ്റെ 22 22:6 എന്താ പറയുക, റൈറ്റ് ഡൗൺ എന്ന് പറയും. എന്താണ്? ഈ വചനങ്ങളെല്ലാം വിശ്വാസയോഗ്യവും സത്യവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് 22:6 ശ്രദ്ധിക്കട്ടെ. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, നമ്മൾ പറയണം ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാവുന്നതാണ്, കാര്യം അതാണ്, സത്യമായത് കൊണ്ടാണ്. ഇതെൻ്റെ ജീവിതത്തിൽ, അതായത് കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ്. എവിടെയെല്ലാം കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി, യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ്, നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം, നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക്. ആ ഒരു ബോധം നിനക്കുണ്ടാകണം. നീയാണ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ. അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും, ഈശോ എന്നാ പറഞ്ഞത്? കാലത്തിൻ്റെ അവസാനം വരെ, അല്ലേ? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഈശോ പറഞ്ഞത്? ഈ 21:34 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 21:34 21:33. അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ. ആകാശവും ഭൂമിയും കടന്നു പോകും. അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്ന് പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് പ്രശ്നം. അതായത് ഈ വചനങ്ങൾ കടന്നു പോകാതെ നിലനിന്ന് ഫലിക്കുകയാണ്. എന്താണ് കടന്നു പോണത്? വാക്ക് കടന്നു പോകത്തില്ല. 33 അല്ലേ? 21:33 വിശുദ്ധ ലൂക്കാ സുവിശേഷം. നീ ശ്രദ്ധിക്കണം അച്ഛനെ. അതായത് കടന്നു പോണത് എന്താണ്? ആകാശം കടന്നു പോകും. ദാറ്റ് മീൻസ് എന്താണ്? ടൈം കഴിഞ്ഞു പോകും. ആകാശം എന്നല്ല ടൈമൊക്കെ ഉണ്ടാകണത്, അല്ലേ? സൂര്യനെ നടുക്ക് നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ 24 ദിവസം, ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങണതിന് 360 ദിവസം. അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ. അതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ 23 അല്ലേ? അടുത്ത കൊല്ലം 24, പിന്നെ 25. അപ്പോൾ കാലം മാറിപ്പോകാനും പോവുകയും, കാലം മാറിപ്പോയാലും പിന്നെ എന്താണ്? ഭൂമിയും മാറും. ഇപ്പം 21:33 എന്താ പറയണത്? ആകാശം ഒന്ന് പറഞ്ഞ്, ആകാശവും കടന്നു പോകും, ഭൂമിയും കടന്നു പോകും. ഭൂമി കടന്നു പോകും. എന്താ സംശയിക്കണേ? ഇപ്പം തന്നെ ഇപ്പോഴും ഹിമാലയം പ്ലേറ്റോ തമ്മിൽ ഇടിച്ച് പൊങ്ങി, അല്ലേ? ചൈനയും അതുപോലെ തന്നെ മംഗോളിയൊക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തിപ്പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിലെടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആസ്ട്രേലിയയൊക്കെ ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമസ് ശ്രീയൊക്കെ വന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കടലല്ലേ? കടലാണല്ലോ ഇവിടെ. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കലവൂർ. കലമെന്ന് പറയുന്നത് എന്താണ്? കപ്പലെടുക്കുന്ന ഊര്, അല്ലേ? അപ്പോൾ തുറമുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നുമല്ല.
തുറമുഖമാണ്. അപ്പോൾ ഇത് ഒരു കാലത്ത് കപ്പൽ അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധ്യാനം കൂടുകയാണ്. ഭൂമി കടന്നുപോയി, ഭൂമി പിന്നെയും വെച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും, അതേ തന്നെ ഭൂമിയും കടന്നു പോകും. പിന്നെ എന്താണ് കടന്നു പോകാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല. കൈയിട്ടിച്ച് കർത്താവിന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനത്തിനായി നോക്കി പാർക്കുവാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ആകാശം മാറി ഭൂതലവും മാറി ആദി മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാറുള്ളത് വചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാറുള്ളത് വചനം മാത്രം.